നിങ്ങൾക്ക് സിനിമ ഇഷ്ടമല്ലേ? നമ്മളൊരു സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിക്കും. നമ്മുടെ വീടിനടുത്തുള്ള ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ 2 സിനിമകളാണ് കളിക്കുന്നത്. ഈ 2 സിനിമയും നമുക്ക് ഒരുപോലെ ഇഷ്ടമാണ്. നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഈ മാനസികാവസ്ഥയെ എക്കണോമിക്സിൽ വിളിക്കുന്ന പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? റൈറ്റ്. എക്കണോമിക് വൈബ്സിന്റെ ഓൺലൈൻ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സിലെ 2ാമത്തെ ചാപ്റ്ററിലെ കൺസ്യൂമർ പ്രിഫറൻസ് അഥവാ ഉപഭോക്താവിൻ്റെ മുൻഗണനകൾ എന്നതിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു കൺസ്യൂമർക്ക് ലഭ്യമായ ബണ്ടിലുകളെ കുറിച്ചും കൺസ്യൂമർ ഈ ബണ്ടിലുകൾക്ക് വേണ്ടി തൻ്റെ വരുമാനം ചെലവഴിക്കുന്നതിനെ കുറിച്ചും നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. കൂടാതെ എത്രത്തോളം ബണ്ടിലുകൾ വാങ്ങാൻ കഴിയുമെന്നുള്ളത് ഉപഭോക്താവിൻ്റെ വരുമാനത്തെയും സാധനങ്ങളുടെ വിലയെയും ആശ്രയിച്ചിരിക്കുന്നു എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഒരു കൺസ്യൂമർ എങ്ങനെയാണ് തനിക്ക് മാർക്കറ്റിൽ ലഭ്യമായ ബണ്ടിലുകളെ തിരഞ്ഞെടുക്കുന്നത്? ഈ ലഭ്യമായ ബണ്ടിലുകളെ തിരഞ്ഞെടുക്കുന്നത് കൺസ്യൂമറുടെ അഭിരുചിയും താല്പര്യങ്ങൾക്കും അനുസരിച്ചാണ്. സാധാരണയായി നമ്മളെല്ലാവരും ഒരു വസ്തു വാങ്ങുന്നത് നമ്മുടെ അഭിരുചിക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചാണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ കൺസ്യൂമർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ ലഭ്യമായ ബണ്ടിലുകളെ തിരഞ്ഞെടുക്കുന്നത് ആ ഉപഭോക്താവിൻ്റെ അഭിരുചിയും താല്പര്യങ്ങളും അനുസരിച്ചാണ്. ഒരു ഉപഭോക്താവ് തനിക്ക് ലഭ്യമായ ബണ്ടിലുകളെ തിരഞ്ഞെടുക്കുന്നത് 2 രീതിയിലാണ്. ഒന്നാമത്തത് ലഭ്യമായ ബണ്ടിലുകളെ താരതമ്യം ചെയ്യുന്നു. നമ്മൾ എളുപ്പത്തിന് വേണ്ടി 2 ബണ്ടിലുകൾ മാത്രം ഉള്ളൂ എന്ന് സങ്കല്പിക്കുന്നു. ഇവിടെ 2 ബണ്ടിലുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബണ്ടിൽ എ, 2ാമത്തെ ബണ്ടിൽ ബി. ഈ 1ാമത്തെ ബണ്ടിലിൽ 3, 2 എന്നൊരു കോമ്പിനേഷനാണ്. 2ാമത്തെ ബണ്ടിലിൽ 3, 1 എന്നൊരു കോമ്പിനേഷനാണ്. അതായത് 1ാമത്തെ ബണ്ടിലിൽ 3 ആപ്പിളും 2 ഓറഞ്ചുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2ാമത്തെ ബണ്ടിലിൽ 3 ആപ്പിളും 1 ഓറഞ്ചുമാണെന്നും നമ്മൾ കരുതും. ഇനി ഉപഭോക്താവ് ഈ 2 ബണ്ടിലുകളെ താരതമ്യം ചെയ്യുന്നു. ഏത് ബണ്ടിലാണ് ഇതിൽ ഒരു കൺസ്യൂമർ തിരഞ്ഞെടുക്കുക? ഇവിടെ കൺസ്യൂമർ തിരഞ്ഞെടുത്തത് 1ാമത്തെ ബണ്ടിലാണെന്ന് വിചാരിക്കും. അങ്ങനെ തിരഞ്ഞെടുത്തത് 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉപഭോക്താവ് ഈ ബണ്ടിലുകൾ തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ ഉപഭോക്താവ് ഈ ബണ്ടിൽ തിരഞ്ഞെടുക്കാൻ കാരണം ചില താരതമ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ 1ാമത്തെ ബണ്ടിൽ കൺസ്യൂമർ തിരഞ്ഞെടുത്തത്. അതിൽ 1ാമത്തെ കാരണം കൺസ്യൂമർ തിരഞ്ഞെടുത്ത ബണ്ടിലിൽ, അതായത് എ എന്ന് പറയുന്ന ബണ്ടിലിൽ 2ാമത്തെ ബണ്ടിലിനെ അപേക്ഷിച്ച് ഒരു സാധനത്തിന്റെ അളവ് കൂടുതലാണ്. ഇവിടെ എ എന്ന ബണ്ടില് 3 ആപ്പിളും 2 ഓറഞ്ചും ഉണ്ട്. 2ാമത്തെ ബണ്ടിൽ 3 ആപ്പിളും 1 ഓറഞ്ചും ഉണ്ട്. ഈ 1ാമത്തെ ബണ്ടിൽ കൺസ്യൂമർ തിരഞ്ഞെടുക്കാൻ കാരണം 1ാമത്തെ ബണ്ടിലിൽ 2ാമത്തെ ബണ്ടിലിനെ അപേക്ഷിച്ച് ഓറഞ്ചിന്റെ എണ്ണം 1 എണ്ണം കൂടുതലാണ്.
എ എന്ന ബണ്ടിൽ 2 ഓറഞ്ചാണ്, ബി എന്ന ബണ്ടിൽ 1 ഓറഞ്ചേ ഉള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാധനത്തിന്റെ അളവ് കൂടുതലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപഭോക്താവ് ഒന്നാമത്തെ ബണ്ടിൽ തിരഞ്ഞെടുക്കും. ഇനി രണ്ടാമത്തത്, ഒന്നാമത്തെ ബണ്ടിൽ തിരഞ്ഞെടുത്തപ്പോൾ മറ്റേ വസ്തുവിന്റെ അളവ്, ഒന്നാമത്തെ ബണ്ടിലിലെ മറ്റേ വസ്തുവിന്റെ അളവ് രണ്ടാമത്തെ ബണ്ടിലിലെ വസ്തുവിന്റെ അളവിനേക്കാൾ കുറയാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഉപഭോക്താവ് തെരഞ്ഞെടുത്ത ബണ്ടിലിലെ മറ്റേ വസ്തുവിന്റെ അളവ് രണ്ടാമത്തെ ബണ്ടിലിലെ വസ്തുവിന്റെ അളവിനേക്കാൾ കുറയാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ ബണ്ടിലിൽ 3 ആപ്പിൾ ഉണ്ട്, രണ്ടാമത്തെ ബണ്ടിലും 3 ആപ്പിളാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ബണ്ടിൽ തിരഞ്ഞെടുത്തത് കൊണ്ട് ഉപഭോക്താവിന് ആപ്പിളിന്റെ കാര്യത്തിൽ നഷ്ടം വന്നിട്ടില്ല. മാത്രമല്ല, ഓറഞ്ചിന്റെ കാര്യത്തിൽ ഉപഭോക്താവിന് 1 യൂണിറ്റ് നേട്ടം കൂടിയുണ്ട്. ഇങ്ങനെയാണ് ഒരു ഉപഭോക്താവ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിനെ നമ്മൾ വിളിക്കുന്നു മോണോടോണിക് പ്രിഫറൻസ് അഥവാ മോണോടോണിക് മുൻഗണന എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഉപഭോക്താവിന്റെ തെരഞ്ഞെടുപ്പ് മോണോടോണിക് ആവണമെങ്കിൽ 2 കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നാമത്തത്, തെരഞ്ഞെടുത്ത ബണ്ടിലിൽ രണ്ടാമത്തെ ബണ്ടിലിനെ അപേക്ഷിച്ച് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അളവ് കൂടുതലായിരിക്കണം. രണ്ടാമത്തത്, തെരഞ്ഞെടുത്ത ബണ്ടിലിലെ മറ്റേ വസ്തുവിന്റെ അളവ് രണ്ടാമത്തെ ബണ്ടിലിനെ അപേക്ഷിച്ച് കുറയാതിരിക്കുകയും ചെയ്യണം. ഈ 2 കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ ഉപഭോക്താവിന്റെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മോണോടോണിക് പ്രിഫറൻസ് അല്ലെങ്കിൽ മോണോടോണിക് മുൻഗണന എന്ന് പറയുന്നു. നമ്മൾ ഇവിടെ ഉപഭോക്താവ് എ എന്ന ബണ്ടിൽ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിനെ മോണോടോണിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്ന് വിളിക്കാൻ കാരണം, ഉപഭോക്താവ് തെരഞ്ഞെടുത്ത ബണ്ടിൽ ഓറഞ്ചിന്റെ 1 യൂണിറ്റ് കൂടുതലുണ്ട്, ആപ്പിളിന്റെ എണ്ണത്തിൽ രണ്ടാമത്തെ ബണ്ടിലിനെ അപേക്ഷിച്ച് ഉപഭോക്താവിന് നഷ്ടം സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ കുറവ് സംഭവിച്ചിട്ടില്ല. ഇതിനെയാണ് മോണോടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഉപഭോക്താവ് തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ രീതി, കൺസ്യൂമർക്ക് ലഭ്യമായ ബണ്ടിലുകൾക്കിടയിൽ നിസ്സംഗനായിക്കൊണ്ടാണ് അല്ലെങ്കിൽ കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആയിക്കൊണ്ടാണ്. അതായത് 2 ബണ്ടിലുകളോടും കൺസ്യൂമർ പ്രത്യേകം ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കാത്ത അവസ്ഥയെ കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആണ് എന്ന് പറയും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ, നമ്മൾ സിനിമ കാണാൻ ചെന്നപ്പോൾ അവിടെ പ്രദർശിപ്പിക്കുന്ന 2 സിനിമയോടും നമുക്ക് ഒരേപോലെയാണ് നമ്മുടെ താല്പര്യമെങ്കിൽ നമ്മൾ ഇൻഡിഫറൻ്റ് ആയ കൺസ്യൂമർ എന്നാണ് നമ്മളെ വിളിക്കുക. അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആണ് എന്നാണ് ഈ അവസ്ഥയിൽ പറയുക. ഇനി നമുക്ക് പറയാനുള്ളത്, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രതിസ്ഥാപന നിരക്ക്. ഇനി കൺസ്യൂമർ തനിക്ക് ലഭ്യമായ ബണ്ടിലിലെ ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കൺസ്യൂമർക്ക് ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയുമോ? ഇതിൽ കൂടുതൽ വാങ്ങാൻ കഴിയുമോ?
വാങ്ങാൻ കഴിയില്ല. കാരണം ഉപഭോക്താവ് തന്റെ വരുമാനം പൂർണ്ണമായി ചെലവഴിച്ച ബണ്ടിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ എന്തായിരിക്കും പോംവഴി? ഉപഭോക്താവിന് രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് വർദ്ധിപ്പിക്കാം. റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവ്. ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവിനെയാണ് നമ്മൾ പ്രതിസ്ഥാപന നിരക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രൂപത്തിൽ പറഞ്ഞാൽ, ഉപേക്ഷിക്കേണ്ടി വരുന്ന വസ്തുവിന്റെ അളവും നേടുന്ന വസ്തുവിന്റെ അളവും തമ്മിലുള്ള അനുപാതത്തിന്റെ കേവല വിലയെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരുന്ന വസ്തുവിന്റെ അളവ് ഏതാണ്? നമ്മൾ രണ്ടാമത്തെ വസ്തുവിന്റെ അളവാണ് ഉപേക്ഷിക്കുന്നത്. അതിന് നമ്മൾ ഡെൽറ്റ x2 എന്ന് പറയുന്നു. ഡെൽറ്റ എന്ന വാക്കിനർത്ഥം ചേഞ്ച് അല്ലെങ്കിൽ മാറ്റം. നേടുന്ന വസ്തുവിന്റെ അളവിനെ നമ്മൾ ഡെൽറ്റ x1 എന്ന് പറയുന്നു. നമ്മൾ ഒന്നാമത്തെ വസ്തുവിന്റെ അളവാണ് നേടുന്നത്. അതുകൊണ്ട് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ നമുക്ക് ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ x1 എന്ന് പറയാം. ഈ അനുപാതത്തിന്റെ കേവല വിലയെ, അതായത് ചിഹ്നം പരിഗണിക്കുന്നില്ല, വില മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്നാണ് അർത്ഥം. രണ്ടാം നമുക്ക് പറയാനുള്ളത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് വീണ്ടും വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഉപഭോക്താവ് ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് ഉപഭോക്താവിന് കുറയ്ക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് കുറയുന്നു എന്നതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ ആപ്പിളിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൺസ്യൂമർക്ക് ഓറഞ്ചിന്റെ എണ്ണങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഓറഞ്ചിന്റെ എണ്ണം കുറഞ്ഞു വരും എന്നാണ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. തുടക്കത്തിൽ നമുക്ക് ഓറഞ്ചിന്റെ കൂടുതൽ അളവ് ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ വീണ്ടും വീണ്ടും ആപ്പിളിന്റെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഈ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഓറഞ്ചിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ അളവ് കുറഞ്ഞു വരുന്നു. ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്ന വസ്തുവിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്നതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സൂചിപ്പിക്കുന്നത്. ഇത് കാണുന്നതിനുള്ള ഇക്വേഷൻ ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1 എന്നാണ്. അതായത് ഉപേക്ഷിക്കേണ്ടി വരുന്ന വസ്തുവിന്റെ അളവും നേടുന്ന വസ്തുവിന്റെ അളവും തമ്മിലുള്ള അനുപാതമാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് നമുക്ക് ഒരു ടേബിളിന്റെ സഹായത്തോടു കൂടി കൂടുതൽ വ്യക്തമാക്കാം. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ ഒന്നാമത്തെ വസ്തു x1 എന്നാണ്. രണ്ടാമത്തെ കോളത്തിൽ ഗുഡ് ടു അല്ലെങ്കിൽ x2. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ ഒന്നാമത്തെ വസ്തുവിന്റെ നേടുന്ന അളവുകളാണ്, അതാണ് ഡെൽറ്റ x1 എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന വസ്തുവിന്റെ അളവുകളാണ്, ഡെൽറ്റ x2 എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവസാന കോളത്തിലാണ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്,
ഡെൽറ്റ എക്സ് ടു ബൈ ഡെൽറ്റ എക്സ് വൺ. നമ്മൾ തുടക്കത്തിൽ ഒന്നാമത്തെ വസ്തുവിൻ്റെ അളവ് 5 രണ്ടാമത്തെ വസ്തുവിൻ്റെ അളവ് 10. ഇനി നമ്മൾ ഒന്നാമത്തെ വസ്തുവിൻ്റെ 1 യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വസ്തുവിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. ഒന്നാമത്തെ വസ്തുവിൻ്റെ ഒരളവ് 5ൽ നിന്ന് 6 ആയപ്പോൾ രണ്ടാമത്തെ വസ്തുവിൻ്റെ അളവ് 10ൽ നിന്ന് 7 കുറഞ്ഞു. അവിടെ നമ്മൾ ഒന്നാമത്തെ വസ്തുവിന് നമുക്കുണ്ടായ നേട്ടം 1 യൂണിറ്റാണ്. രണ്ടാമത്തെ വസ്തുവിലുണ്ടായ നമ്മുടെ നഷ്ടം അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നത് 3 യൂണിറ്റാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ അനുപാതം കണ്ടാൽ 3/1 എന്നുള്ളത് 3 എന്ന ഉത്തരം കിട്ടും. തുടർന്ന് നമ്മൾ വീണ്ടും 1 യൂണിറ്റ് വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ x1 7 x2 5 കുറയുന്നു. നമ്മുടെ നേട്ടം 1, നഷ്ടം 2. റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 2. വീണ്ടും ഒന്നാമത്തെ വസ്തുവിൻ്റെ അളവ് 8 ആയപ്പോൾ x2ൻ്റെ അളവ് വീണ്ടും 3 കുറയുന്നു. നേട്ടം 1 യൂണിറ്റാണ്, നഷ്ടം 2 യൂണിറ്റാണ്. നമ്മുടെ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 2. വീണ്ടും 1 യൂണിറ്റ് x1 വർദ്ധിപ്പിക്കുന്നു. x2 3ൽ നിന്ന് 2 വീണ്ടും കുറയുന്നു. നേട്ടം 1, നഷ്ടം 1 തന്നെയാണ്. പ്രതിസ്ഥാപന നിരക്ക് 1. അപ്പോൾ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തുവിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ വസ്തുവിൻ്റെ അളവ് കുറയുന്നു എന്നതാണ്. നമ്മുടെ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആദ്യം 3 വസ്തുക്കളാണ്, യൂണിറ്റാണ് നമ്മൾ രണ്ടാമത്തെ വസ്തുവിൻ്റെ അളവ് ഉപേക്ഷിച്ചത്. രണ്ടാമത് അത് 2 കുറഞ്ഞു, വീണ്ടും 2 വീണ്ടും അത് 1 കുറയുന്നു. അങ്ങനെ ഒന്നാമത്തെ വസ്തുവിൻ്റെ ഓരോ അധിക യൂണിറ്റ് നേടുമ്പോഴും രണ്ടാമത്തെ സാധനം ത്യജിക്കേണ്ടി വരുന്നതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് അഥവാ നിസ്സംഗത വക്രത്തെക്കുറിച്ചാണ്. ഒരു കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആണ് എന്ന് പറയുന്നത് ആ കൺസ്യൂമർക്ക് ലഭ്യമായ ബണ്ടിലുകൾക്കിടയിൽ ഉപഭോക്താവ് നിസ്സംഗനായിരിക്കുന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഇൻഡിഫറൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിലാണ്. ഇൻഡിഫറൻ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ലായ്മയോ താല്പര്യമോ കാണിക്കാതിരിക്കുക, രണ്ടിനോടും ഒരേപോലെ പെരുമാറുക. ഏത് ബണ്ടിലായാലും തനിക്ക് കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഉപഭോക്താവ് ഇവിടെ പെരുമാറുന്നത്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഉപഭോക്താവ് നിസ്സംഗനായിരിക്കുന്നതും തുല്യ സംതൃപ്തി നൽകുന്നതുമായ ബണ്ടിലുകളെ ചേർത്ത് വരച്ചാൽ ലഭിക്കുന്ന വക്രത്തെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നു. ബണ്ടിലുകൾക്കിടയിൽ കൺസ്യൂമർ നിസ്സംഗനാണ്. ലഭ്യമായ ബണ്ടിലുകളിൽ നിന്ന് കൺസ്യൂമർക്ക് ലഭിക്കുന്നത് തുല്യമായ സംതൃപ്തി തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ തുല്യ സംതൃപ്തി ലഭിക്കുന്നതും ഉപഭോക്താവ് നിസ്സംഗനുമായിരിക്കുന്ന ബണ്ടിലുകളെ ചേർത്ത് വരച്ചാൽ ലഭിക്കുന്ന വക്രത്തെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നു. ഇവിടെ ഇൻഡിഫറൻസ് കർവിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു കൺസ്യൂമർക്ക് ലഭ്യമായ ബണ്ടിലുകളെ നമ്മൾ ചേർത്ത് വരച്ചിട്ടുണ്ട്. ആ ചേർത്ത് വരച്ചപ്പോൾ നമുക്ക് ലഭിച്ച ഇൻഡിഫറൻസ് കർവിന്റെ ചിത്രമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി താഴെ മറ്റൊരു ചിത്രം കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് ഇൻഡിഫറൻസ് കർവിൽ എ ബി എന്ന് പറയുന്ന 2 പോയിന്റുകളുണ്ട്. ഇൻഡിഫറൻസിന് താഴെയായി സി എന്നൊരു പോയിന്റ്, മുകളിൽ ഡി എന്നൊരു പോയിന്റുമുണ്ട്. നമ്മൾ പറഞ്ഞു ഒരു ഇൻഡിഫറൻസ് കർവിലെ എല്ലാ പോയിന്റുകളും ഒരു കൺസ്യൂമർക്ക് തുല്യ സംതൃപ്തിയാണ് നൽകുന്നത്. അതുകൊണ്ട് ഇൻഡിഫറൻസ് കർവിലെ എ എന്ന ബിന്ദുവും ബി എന്ന ബിന്ദുവും ഒരു കൺസ്യൂമർക്ക് തുല്യ സംതൃപ്തി നൽകുന്നു.
ഇനി എന്താണ് സി? ഒരു ഇൻഡിഫറൻസ് കർവിന് താഴെയുള്ള ഏതൊരു ബിന്ദുവിനെയും സൂചിപ്പിക്കുന്നത് അതൊരു ഇൻഫീരിയർ ബണ്ടിൽ എന്നാണ്. അതായത് ഒന്നാമത്തെ സാധനത്തിന്റെയും രണ്ടാമത്തെ സാധനത്തിന്റെയും അളവ് കുറവ് ലഭിക്കുന്ന ഒരു ബണ്ടിലാണ്. അതുകൊണ്ട് ആ ബണ്ടിലിനോട് ഉപഭോക്താവ് പ്രത്യേക താല്പര്യം കാണിക്കില്ല. ഇനി ഡി എന്ന ബിന്ദു അതൊരു സുപ്പീരിയർ ബണ്ടിലാണ്. അതായത് ഉപഭോക്താവിന് ഒന്നാമത്തെ സാധനത്തിന്റെയും രണ്ടാമത്തെ സാധനത്തിന്റെയും കൂടുതൽ അളവുകൾ ലഭിക്കുന്ന ബണ്ടിലാണ് ഡി എന്ന് പറയുന്ന ബണ്ടിൽ. പരീക്ഷയ്ക്ക് ഇതുപോലെ ഇൻഡിഫറൻസ് കർവിന്റെ ചിത്രം തന്ന് ഈ പറയുന്ന ബിന്ദുക്കളെ അടയാളപ്പെടുത്താൻ പറയാറുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കൺസ്യൂമർക്ക് ഒന്നാമത്തെ സാധനത്തിന്റെ കൂടുതൽ അളവ് ലഭിക്കണമെങ്കിൽ രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് കുറയ്ക്കേണ്ടി വരുമെന്ന് നമ്മൾ വിശദീകരിച്ചതാണ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഉപേക്ഷിക്കേണ്ടി വരുന്ന വസ്തുവിന്റെ അളവും നേടുന്ന വസ്തുവിന്റെ അളവും തമ്മിലുള്ള അനുപാതത്തെ ഒരു ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നു. അതായത് ഇൻഡിഫറൻസ് കർവിലെ രണ്ട് ബിന്ദുക്കളെ ചേർത്ത് വരയ്ക്കുന്ന രേഖയുടെ ചരിവാണ് ഒരു ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ചിത്രത്തിൽ ഒരു ഇൻഡിഫറൻസ് കർവ് കൊടുത്തിട്ടുണ്ട്. അവിടെ രണ്ട് ബിന്ദുക്കൾ തന്നിട്ടുണ്ട്, രണ്ട് ബണ്ടിലുകൾ, x1 x2 എന്ന് പറയുന്ന ഒരു ബണ്ടിലും രണ്ടാമത്തത് x1 പ്ലസ് ഡെൽറ്റ x1 x2 പ്ലസ് ഡെൽറ്റ x2 എന്ന് പറയുന്ന രണ്ടാമത്തെ ബണ്ടിലും. അത് കാണിക്കുന്നത് ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് കൂടുന്നു, രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് കുറയുന്നു എന്നതാണ് രണ്ടാമത്തെ ജോഡി കാണിക്കുന്നത്. ഇനി ഈ രണ്ട് ബിന്ദുക്കളെ നമ്മളവിടെ ഒരു യോജിപ്പിച്ചുകൊണ്ട് നേർരേഖ വരച്ചിട്ടുണ്ട്. ഈ നേർരേഖയുടെ ചരിവിനെയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ x1. ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ x1 ആ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് കാണാൻ കഴിയും. ഇനി നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ പ്രതിസ്ഥാപന നിരക്കിനും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും തുല്യമാണ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ പ്രതിസ്ഥാപന നിരക്കിനും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും തുല്യമാണ്. അതുകൊണ്ട് ഒരു ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈക്വൽ ടു മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി നമുക്ക് പറയാനുള്ളത് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, സീമാന്ത അപജയ പ്രതിസ്ഥാപന നിരക്കാണ്. അതായത് ഒരു ഇൻഡിഫറൻസ് കർവിന്റെ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും, ഒരു കൺസ്യൂമർ ഇൻഡിഫറൻസ് കർവിന്റെ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് വർദ്ധിക്കുകയും രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. അതായത് ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് ഉപഭോക്താവിന് കുറയ്ക്കേണ്ടി വരുന്നു. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത് രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയുന്നു. അതായത് ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് കുറയുന്നു എന്നതാണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. നമ്മളിവിടെ ടേബിള് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഈ ടേബിൾ നമ്മൾ
വിശദമായി പറഞ്ഞിരുന്നു. ഇവിടെ ഓരോ തവണയും ഒന്നാമത്തെ സാധനത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സാധനത്തിൻ്റെ അളവ് ഉപേക്ഷിക്കേണ്ടി വരുന്നു. അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വരുന്ന വസ്തുവിൻ്റെ അളവ് കുറയുന്നു. അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ താഴാനുള്ള പ്രവണത കാണിക്കുന്നു. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കുറയാനുള്ള പ്രവണതയാണ് നമ്മൾ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡിഫറൻസ് കർവ് കണ്ടിരുന്നു. ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ കോൺവെക്സ് ടു ഒറിജിൻ എന്നാണ് പറയുന്നത്. അതായത് ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ അത് കോൺവെക്സ് ഷേപ്പാണ്. അതായത് ഒരു ഇൻഡിഫറൻസ് കർവ് ഇടത്തു നിന്ന് വലത്തോട്ട് ചരിഞ്ഞാണ് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് കോൺവെക്സ് ആയത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ഇൻഡിഫറൻസ് കർവ് ഇടത്തു നിന്ന് വലത്തോട്ട് താഴുന്നു? അതിന് കാരണം ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയുന്നു എന്നതാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ കോൺവെക്സ് ഷേപ്പിന് കാരണം. ഇതിനെ നമ്മൾ കോൺവെക്സ് പ്രിഫറൻസ് എന്നും വിളിക്കുന്നു. ഇനി ഇൻഡിഫറൻസ് മാപ്പ് എന്താണെന്ന് പറയാം. ഇൻഡിഫറൻസ് കർവുകളുടെ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കളക്ഷനെ പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് മാപ്പ്. അതായത് കുറേ ഇൻഡിഫറൻസ് കർവുകളുടെ ഒരു ഗ്രൂപ്പ്. ഇവിടെ ഇൻഡിഫറൻസ് മാപ്പ് എന്താണെന്ന് നൽകിയിട്ടുണ്ട്. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് അഥവാ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു ഇൻഡിഫറൻസ് കർവിന് 4 പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തത്, 2 ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ ഒരിക്കലും ഛേദിക്കാറില്ല അല്ലെങ്കിൽ കൂട്ടിമുട്ടാറില്ല. 2 ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാണ് 2 ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടാത്തത്? ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അതിൽ 2 ഇൻഡിഫറൻസ് കർവുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ഇൻഡിഫറൻസ് കർവിൽ എ ബി എന്ന പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവിൽ എ സി എന്ന 2 പോയിന്റുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഇൻഡിഫറൻസ് കർവിലെ എല്ലാ പോയിന്റുകളും ഒരു കൺസ്യൂമർക്ക് തുല്യ സംതൃപ്തിയാണ് നൽകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒന്നാമത്തെ ഇൻഡിഫറൻസ് കർവിലെ എയും ബിയും എന്ന ബിന്ദു കൺസ്യൂമർക്ക് ഒരേ സംതൃപ്തിയാണ് നൽകുന്നത്. രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവിലെ എയും സിയും കൺസ്യൂമർക്ക് തുല്യ സംതൃപ്തി നൽകുന്നു. ഇനി മാത്തമാറ്റിക്കലി നമ്മൾ പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു ബിയും എ ഇസ് ഈക്വൽ ടു സിയും ആയാൽ ബി ഇസ് ഈക്വൽ ടു സി ആയിരിക്കും. എയും ബിയും തുല്യമാണ്, എയും സിയും തുല്യമാണ് എങ്കിൽ ബിയും സിയും തുല്യമായിരിക്കും. ഇവിടെ എയും ബിയും തുല്യമാണ്, എയും സിയും തുല്യമാണ്. ഈ 2 ബിന്ദുക്കളും കൺസ്യൂമർക്ക് തുല്യ സംതൃപ്തിയാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയും സിയും തുല്യമായിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ബിയും സിയും തുല്യമല്ല ഇവിടെ. കാരണം സി എന്ന് പറയുന്നത് ഉയർന്ന ഇൻഡിഫറൻസ് കർവിലാണ്. അല്ലെങ്കിൽ സി എന്ന ബിന്ദുവിൽ ഉപഭോക്താവിന് ഒന്നാമത്തെ വസ്തുവിൻ്റെയും രണ്ടാമത്തെ വസ്തുവിൻ്റെയും കൂടുതൽ അളവും ബിയിലെ ഈ 2 വസ്തുക്കളുടെ കുറഞ്ഞ അളവും മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത് സി എന്ന ബിന്ദുവായിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് ഇഫ് എ is equal to b, a is equal to c, then b is equal to c എന്ന കണ്ടീഷൻ
ഇവിടെ ശരിയാവാത്തത് കൊണ്ട് രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യുകയില്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഒരു ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ഷേപ്പിലായിരിക്കും. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് കോൺവെക്സ് ടു ഒറിജിൻ ആണ്. അതിന് കാരണം ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഉയർന്ന ഇൻഡിഫറൻസ് കർവ് ഉയർന്ന സംതൃപ്തി നൽകുന്നു എന്നതാണ്. കുറേ ഇൻഡിഫറൻസ് കർവുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുകളിലുള്ള ഇൻഡിഫറൻസ് കർവായിരിക്കും ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുക. ഏറ്റവും താഴെയുള്ള ഇൻഡിഫറൻസ് കർവ് ഏറ്റവും കുറഞ്ഞ സംതൃപ്തിയാണ് നൽകുക. അപ്പോൾ ഉയർന്ന ഇൻഡിഫറൻസ് കർവ് ഉയർന്ന സംതൃപ്തി നൽകുന്നു എന്നാണ് അടുത്ത പ്രോപ്പർട്ടി. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഇൻഡിഫറൻസ് കർവ് ഇടത്തു നിന്നും വലത്തോട്ട് താഴേക്ക് ചരിയുന്നു എന്നതാണ്. ഇൻഡിഫറൻസ് കർവ് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഇടത്തു നിന്ന് വലത്തോട്ട് താഴ്ന്നു വരുന്നു. അതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഈ നാലെണ്ണമാണ് ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. പരീക്ഷയ്ക്ക് പലപ്പോഴും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കൺസ്യൂമർ ഇക്വിലിബ്രിയം, ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഒരു ഉപഭോക്താവിന് പരമാവധി സംതൃപ്തി ലഭിക്കുന്ന അവസ്ഥയെയാണ് നമ്മളൊരു ഉപഭോക്താവിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ കാര്യത്തിൽ ഒരു ഉപഭോക്താവിന് എപ്പോഴാണ് പരമാവധി സംതൃപ്തി ലഭിക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഉയർന്ന ഇൻഡിഫറൻസ് കർവ് ഒരു ഉപഭോക്താവിന് ഉയർന്ന സംതൃപ്തി നൽകുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധിമാനായ ഒരു ഉപഭോക്താവ് ഏറ്റവും ഉയർന്ന ഇൻഡിഫറൻസ് കർവിലെ ബണ്ടിലുകളാണ് സ്വീകരിക്കാൻ തയ്യാറാവുന്നത്. എന്നാൽ ഒരു ഉപഭോക്താവിന് എല്ലാ ഉയർന്ന ബണ്ടിലുകളും സ്വീകരിക്കാൻ കഴിയുമോ? ഉപഭോക്താവിൻ്റെ വാങ്ങാനുള്ള കഴിവ് തീരുമാനിക്കുന്നത് ഉപഭോക്താവിൻ്റെ ബജറ്റ് ലൈനാണ്. ഉപഭോക്താവിൻ്റെ വരുമാനവും സാധനങ്ങളുടെ വിലയും അനുസരിച്ചാണ് ഒരു ഉപഭോക്താവിൻ്റെ വാങ്ങാനുള്ള കഴിവ് എത്രയാണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എപ്പോൾ സന്തുലിതാവസ്ഥയിൽ എത്തും എന്ന ചർച്ചയിൽ നമുക്ക് വേണ്ടത് ഒന്ന് ഇൻഡിഫറൻസ് കർവും വേണം, രണ്ടാമത്തത് ബജറ്റ് ലൈനും വേണം. ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഉപഭോക്താവിൻ്റെ ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും തമ്മിൽ ടാൻജന്റ് അല്ലെങ്കിൽ സ്പർശിക്കുന്ന ബിന്ദു, ആ ബിന്ദുവിനെ നമ്മൾ ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നു. ഉപഭോക്താവിൻ്റെ ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും തമ്മിൽ സ്പർശിക്കുന്ന ബിന്ദുവിനെ ഒരു കൺസ്യൂമറുടെ സന്തുലിതാവസ്ഥ എന്ന് പറയും. അപ്പോൾ ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും തമ്മിൽ സ്പർശിക്കുന്ന രേഖയിലായിരിക്കും ഒരു കൺസ്യൂമർക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുക. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ആ ചിത്രത്തിൽ ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും തമ്മിൽ ടാൻജൻ്റ് ആവുന്നത് ഇ എന്ന് പറയുന്ന ബിന്ദുവിലാണ്. ഈ ഇ എന്ന് പറയുന്ന ബിന്ദുവാണ് ഒരു ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ. ഈ ഇക്വിലിബ്രിയത്തിൻ്റെ ചിത്രത്തിൽ 3 ഇൻഡിഫറൻസ് കർവുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഇൻഡിഫറൻസ് കർവ് ബജറ്റ് ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകും, ഈ എ എന്ന ബിന്ദു ഒരു കൺസ്യൂമറുടെ ഇക്വിലിബ്രിയമാണോ?
ആണോ? അല്ല. എന്തുകൊണ്ടാണ് അത് ഇക്വിലിബ്രിയം അല്ലാത്തത്? നമ്മളിവിടെ പറഞ്ഞു ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഒരു ഉപഭോക്താവിന് ഉയർന്ന സംതൃപ്തി നൽകുന്നു. ഇവിടെ IC1 എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന ഇൻഡിഫറൻസ് കർവാണ്. അപ്പോൾ ആ ഇൻഡിഫറൻസ് കർവിലെ ഒരു ബിന്ദുവും ബജറ്റ് ലൈനും തുല്യമായാൽ അത് ഇക്വിലിബ്രിയം അല്ല. കാരണം അതിനേക്കാൾ കൂടുതൽ സംതൃപ്തി നൽകുന്ന മറ്റൊരു ഇൻഡിഫറൻസ് കർവ് അവിടെ, മറ്റ് രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ അവിടെയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവിലെ E എന്ന ബിന്ദുവിലാണ് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം. കാരണം അവിടെയാണ് കൺസ്യൂമർക്ക് പരമാവധി സംതൃപ്തി നൽകുന്നത്. ഈ A എന്ന ബിന്ദുവിനേക്കാൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും വസ്തുവിൻ്റെ കൂടുതൽ അളവ് ലഭിക്കുന്നത് E എന്ന ബിന്ദുവിലാണ്. അതുകൊണ്ട് A എന്ന ബിന്ദു ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥയല്ല. ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ E എന്ന് പറയുന്ന ബിന്ദുവാണ്. ഇനി C എന്ന മൂന്നാമത്തെ ഇൻഡിഫറൻസ് കർവിലെ പോയിന്റുകൾ കൺസ്യൂമർ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും കൺസ്യൂമർക്ക് അയാളുടെ വരുമാനം ഉപയോഗിച്ച് വാങ്ങാൻ കഴിയില്ല. കാരണം നമ്മുടെ കൺസ്യൂമറുടെ ബജറ്റ് ലൈൻ നമ്മളിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ ബജറ്റ് ലൈനിൽ നിന്നും അകലെയാണ് മൂന്നാമത്തെ ഇൻഡിഫറൻസ് കർവ്. അതുകൊണ്ട് മൂന്നാമത്തെ ഇൻഡിഫറൻസ് കർവിലെ പോയിന്റുകളും ഒരു കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പോയിന്റുകൾ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സന്തുലിതാവസ്ഥയിൽ ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പും ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പും തുല്യമായിരിക്കും. അതുകൊണ്ടൊരു സന്തുലിതാവസ്ഥയെ നമുക്ക് ഇങ്ങനെയും എഴുതാം: സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഒരു ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് P1/P2 ആണ്, -P1/P2 ആണ്. ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ടൊരു ഇക്വിലിബ്രിയത്തിൽ സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് -P1/P2 ഈസ് ഈക്വൽ ടു MRS എന്നും നമുക്ക് പറയാം. ഇത്രയും നേരം എൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്ത ക്ലാസ്സുമായി നമ്മൾ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.